പത്തനംതിട്ട അടൂരിലെ ഡിവൈഎഫ്ഐ പ്രവർത്തകൻ ജോയലിന്റെ മരണത്തിൽ വീണ്ടും ഹൈക്കോടതിയെ സമീപിക്കാൻ കുടുംബം. പോലീസ് മർദ്ദനമാണ് ജോയലിന്റെ മരണത്തിന് കാരണമെന്ന് കുടുംബം ആരോപിച്ചിരുന്നു. മകൻ പാർട്ടിക്ക് വേണ്ടി ജീവിച്ച ആളായിരുന്നതിനാൽ ഒരു വട്ടം കൂടി CPM നേതൃത്വത്തിന് പരാതി നൽകുമെന്നും പിതാവ് ജോയ്ക്കുട്ടി 24 പറഞ്ഞു. പൂർണ്ണമായി ഞാൻ തള്ളിക്കളയും. കാരണം എന്ന് പറഞ്ഞാൽ എൻ്റെ മോന് പാർട്ടിയിലെ DYFൻ്റെ അടൂരിൻ്റെ മേഖലാ സെക്രട്ടറിയാണ്. അതിനുള്ള മരിച്ചപ്പോൾ അതിൻ്റെ ആദരാഞ്ജലി വെച്ചുള്ള ഫോട്ടോ എൻ്റെ കയ്യിലുണ്ട്. അതുപോലെ തന്നെ മരിച്ചപ്പോൾ അവരവരുടെ പതാക പുതപ്പിച്ച് പിന്നെ മരിച്ചിട്ടില്ല എന്നുള്ളതിൻ്റെ രേഖ എൻ്റെ കയ്യിലുണ്ട്. ഭരണത്തിൻ്റെ അവരുടെ പതാക പിന്നെ എന്തിനിട്ടാം, പാർട്ടിക്കാരനല്ലെങ്കിൽ എന്തിനിട്ടു? അടൂർ CPMൻ്റെ ചില കാര്യങ്ങൾ പുറത്തു വരുമെന്നുള്ള കണക്കൂട്ടിക്കൊണ്ട് തന്നെയാണ് അവനെ പോലീസിനെ കൊണ്ട് പറയിപ്പിച്ച് ഈ പറയുന്ന ബിജു അന്ന് CA എന്ന് ബിജു എൻ്റെ പിറ്റേ ദിവസം ഞാൻ എൻ്റെ മോൻ്റെ കാറ് എടുക്കാൻ ചെന്നപ്പോൾ, ജാമ്യത്തിലെടുക്കാൻ ചെന്നപ്പോൾ അയാൾ എന്നെ വിളിച്ചിരുത്തി എന്നോട് സംസാരിച്ചാൽ ഞാൻ നിരപരാധിയാണ്, എന്നെ ചെയ്യിപ്പിച്ചാന്ന് പറഞ്ഞു. വീണ്ടും ഞാൻ ഹൈക്കോടതി കേസ് ഫയൽ ചെയ്യും. അതുപോലെ അടൂർ എൻ്റെ സഹോദരി കൊടുത്ത കേസിൽ അത് അവിടെ അവരെ 5 പേരെ അടുത്ത മാസം 29-ാം തീയതിക്ക് വിളിച്ചിട്ടുണ്ട്. ഞാൻ അവിടെ ഇവരെ സർവീസിൽ നിന്നും മാറ്റണം, ഇവരെ സർവീസിൽ നിന്നും പിരിച്ചുവിടണം, കൊലക്കുറ്റത്തിന് കേസെടുക്കണം ഇവരുടെ പേര്. സർക്കാർ ഇവരുടെ കൊലക്കുറ്റം. ഞാൻ എൻ്റെ 16 വയസ്സ് മുതൽ 29 വയസ്സ് വരെ പാർട്ടിക്ക് വേണ്ടി പൂർണ്ണമായി അവൻ ജീവിച്ച ഒരു വ്യക്തിയാണ്. AV ജയശങ്കർ വാർത്തയുടെ വിവരങ്ങൾ ചെയ്യുന്നു. ജയശങ്കർ, ഈ മരിച്ചുപോയ ജോയലിനെതിരെ CPM രംഗത്ത് വരുന്ന CPM നേതാക്കൾ ഇന്നലെ ഏതോ കേസിലെ പ്രതിയായിരുന്നു ജോയൽ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് അങ്ങനെ രംഗത്ത് വരുന്ന വിചിത്രമായ പ്രതികരണങ്ങൾ സംഭവിക്കുന്നത്? ജോയലിന്റെ പിതാവ് സംശയിക്കുന്നത് പോലീസ് മർദ്ദനത്തിന്റെ ആഫ്റ്റർ എഫക്റ്റിൽ അദ്ദേഹത്തിന്റെ മകൻ മരിച്ചുപോയി എന്ന് തന്നെയാണോ ജയശങ്കർ? അശ്മി, ഈ ഒന്നാം പിണറായി സർക്കാരിൻ്റെ അവസാന കാലഘട്ടത്തിലാണ് ജോയലിന് ഇത്തരത്തിൽ പോലീസ് മർദ്ദനവും മറ്റു വിഷയങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അങ്ങനെ രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലാവധി കഴിയാനിരിക്കെ ഇങ്ങനൊരു ആരോപണം വരുമ്പോൾ മൊത്തത്തിൽ പോലീസ് പ്രതിരോധത്തിലാവുന്നൊരു ഘട്ടത്തിൽ അതിനെ പ്രതിരോധിക്കുക മാത്രമാണ് അടൂരിലെ CPM പ്രവർത്തകർ അല്ലെങ്കിൽ CPM നേതൃത്വം എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. 2013-ൽ ജോയലിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി എന്നാണ് കഴിഞ്ഞ ദിവസം അടൂർ ഏരിയ കമ്മിറ്റിക്ക് വേണ്ടിയുള്ള വിശദീകരണം പുറത്തു വന്നത്. പക്ഷേ പിതാവ് അത് തള്ളുകയാണ്. കാരണം 2020-ൽ ഈ ജോയൽ മരണപ്പെട്ടതിന് ശേഷം അദ്ദേഹത്തിൻ്റെ സംസ്കാര ചടങ്ങുകളിൽ ഉൾപ്പെടെ പാർട്ടി പതാക പതിപ്പിച്ചിരുന്നു. DYFI പ്രവർത്തകർ അദ്ദേഹത്തിന് വേണ്ടി ഫ്ലക്സ് വരെ അടിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പിന്നെ എന്തിനാണിങ്ങനെ തൻ്റെ മകനെ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് ചിതയിലേക്ക് എടുത്തതെന്നാണ് ആ പിതാവ് ചോദിക്കുന്നത്. ഈ വിഷയത്തിൽ കഴിഞ്ഞ 5 വർഷത്തോളമായി നടത്തുന്ന നിയമപോരാട്ടം ഇനിയും തുടരുമെന്നാണ് പിതാവ് പറയുന്നത്. നിലവിൽ അദ്ദേഹത്തിൻ്റെ സഹോദരി നൽകിയ ഒരു പ്രൈവറ്റ് പെറ്റീഷൻ ഉണ്ട്. ആ പ്രൈവറ്റ് പെറ്റീഷനിൽ 30-ാം തീയതി ഈ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരോടൊക്കെ ഹാജരാകാൻ കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഒപ്പം തന്നെ നിയമപോരാട്ടം വീണ്ടും ഹൈക്കോടതിയിലേക്ക് കൊണ്ടുപോകാനാണ് അദ്ദേഹത്തിൻ്റെ ഒരു തീരുമാനം. മുമ്പ് ഹൈക്കോടതിയിൽ പോവുകയും എറണാകുളം റേഞ്ച് IG ഈ വിഷയത്തിൽ അന്വേഷിച്ച റിപ്പോർട്ട് സമർപ്പിക്കുകയും പിന്നെ ആ കാര്യങ്ങളൊക്കെ തേഞ്ഞുമാഞ്ഞു പോവുകയും ചെയ്താണ്. വീണ്ടും ഒരു വട്ടം കൂടി ഹൈക്കോടതിയിൽ ഹർജിയുമായി പോകാനാണ് പിതാവിൻ്റെ തീരുമാനം. ഉടൻ തന്നെ ഒരാഴ്ചക്കുള്ളിൽ തന്നെ ഹർജിയുമായി പിതാവ് പോവും. CPMൻ്റെ കൃത്യമായ തട്ടൂരമനുസരിച്ച് നിർദ്ദേശമനുസരിച്ച് തന്നെയാണ് തൻ്റെ മകനെ പോലീസുകാർ മർദ്ദിച്ചതെന്നാണ് ഈ പിതാവ് പറയുന്നത്. അതിന് അദ്ദേഹത്തിന് വിശ്വസിക്കാൻ പറ്റുന്ന ചില കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. അതായത് ഈ മർദ്ദന ശേഷം അന്നത്തെ SHO ഈ പിതാവിനോട് സ്റ്റേഷനിലെത്തിയപ്പോൾ പറഞ്ഞിട്ടുണ്ട് മറ്റു നിവൃത്തിയില്ലാതെ മുകളിലെ നിർദ്ദേശം അനുസരിച്ചാണ് മർദ്ദിച്ചതെന്നുൾപ്പെടെ അദ്ദേഹത്തോട് പറയുന്ന സാഹചര്യമൊക്കെ ഉണ്ടായെന്ന് അദ്ദേഹം തന്നെ പറയുന്നു. എന്തായാലും ഒരു പിതാവിൻ്റെ വേദനയാണ്. ആ വേദനയ്ക്ക് ചെറിയ ആശ്വാസമെങ്കിലും നൽകേണ്ട ഉത്തരവാദിത്തം അദ്ദേഹം തന്നെ വിശ്വസിക്കുന്ന പാർട്ടിക്കുണ്ട്. പക്ഷേ അതുണ്ടായില്ല. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ പോരാട്ടമൊക്കെയായി LDF ഭരണകാലത്തെ LDF അനുഭാവികൾക്ക് തന്നെ പോകേണ്ടി വരുന്നത്. ഈ പത്തനംതിട്ടയിലെ ജയകൃഷ്ണൻ്റെ കേസും ഒപ്പം തന്നെ ഈ അടൂരിലെ ഈ കേസും ഒക്കെ തന്നെ ഈ ഇടത് അനുഭാവികൾ നേരിട്ട മർദ്ദനങ്ങളാണ്. പക്ഷേ 2 ടേമായി 9-ാം വർഷം പിണറായി സർക്കാർ ഭരിക്കുമ്പോഴും ആ ആഭ്യന്തര വകുപ്പിന് സ്വന്തം പാർട്ടിയിലെ ആളുകൾക്ക് നീതി വാങ്ങിക്കൊടുക്കാനാകില്ലേ, സാധിക്കുന്നില്ലേ എന്നൊരു ചോദ്യം അതിങ്ങനെ നിൽക്കുകയാണ്. എന്തായാലും ആ പിതാവ് നിയമ പോരാട്ടത്തിലാണ്, അത് തുടരുമെന്ന് പറയുന്നു. എന്തായാലും പാർട്ടി ജോയലിനെ തള്ളിപ്പറഞ്ഞിട്ടുണ്ട്, പാർട്ടിക്കാരനല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ പിതാവ് അംഗീകരിക്കുന്നില്ല. അദ്ദേഹം ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണെന്ന് പറയുന്നു. വീണ്ടും പാർട്ടിയോടുള്ള സ്നേഹം കൊണ്ട് ആ പാർട്ടിക്കാരനായി പ്രവർത്തിച്ചിട്ടുണ്ട്. ഒരു വട്ടം കൂടി പാർട്ടി നേതൃത്വത്തിന് ഈ വിഷയം ചൂണ്ടിക്കാണിച്ച് പരാതി നൽകും, പരിഹരിക്കപ്പെടും എന്ന് തന്നെയാണ് പ്രതീക്ഷ എന്ന് പറയുന്നത്. പക്ഷേ നിയമ വഴിയിൽ പോകും, നിയമ പോരാട്ടത്തിലാകുമെന്നാണ് പിതാവ് പറയുന്നത്. ആശ്മി, പാർട്ടി നേതാക്കളുടെ നിർദ്ദേശപ്രകാരം ഇടിച്ചു കൊന്നു എന്നുള്ളതാണ് ജോയലിന്റെ പിതാവിന്റെ ആരോപണം. അതൊരു മകൻ നഷ്ടപ്പെട്ട അച്ഛൻ്റെ വേദന എന്ന മാർജിൻ അതിന് ഉറപ്പായി കൊടുക്കണം. അതിനപ്പുറം പോലീസ് ഇടിച്ചു കൊന്നു തൻ്റെ മകനെ, പോലീസ് ഇടിച്ചു, അല്ലെങ്കിൽ ആരോഗ്യ ദൃഢഗാത്രനായ ചെറുപ്പക്കാരൻ അകാലത്തിൽ മരിച്ചുപോയി. 36 വയസ്സിൽ DYFI നേതാവെന്ന് പറഞ്ഞാൽ അത്രയും പ്രായം ഉണ്ടാവുള്ളൂ, മരിച്ചുപോയി. അതിന് കാരണം പോലീസാണെന്ന് ആരോപിക്കുന്ന പിതാവാണ്. അതിന് മറുപടി കിട്ടാൻ ആ പിതാവ് അർഹനുമാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.